ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി അതെ ഗൈസ്, ഇന്നൊരു വെറൈറ്റി ചലഞ്ച് ആയിട്ടാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുന്നത്. സെന്റർ സ്കിൻ സീഡ്, അതായത് കുരു തൊലി പഴം. നമ്മളിപ്പോ ഒരു മാങ്ങയാണ് എടുക്കുന്നതെന്ന് വെച്ചോ, അപ്പൊ മാങ്ങയുടെ പഴം, മാങ്ങാണ്ടി, തൊലി. ഇപ്പൊ നിനക്ക് തൊലിയാണ് കിട്ടുന്നതെങ്കിൽ നീ തൊലി തിന്നണം, അച്ഛൻ അണ്ടിയാണ് കിട്ടുന്നെങ്കിൽ അച്ഛൻ അണ്ടി തിന്നണം. അതെ, ഫൺ ഗെയിം ആണ്, നല്ല രസമാണ് ചെയ്യാനായിട്ട്. അപ്പൊ ഉണ്ണി, നീ മന്തി തിന്നാനാണോ വന്നാ? നിന്നെ വിളിച്ചത് തൊലി കഴിക്കാന്. ഉണ്ണി തൊലി ഇവിടെ ഉണ്ണി വിചാരിച്ച ഈറ്റിംഗ് ചലഞ്ച് ആണത്. ഈറ്റിംഗ് ചലഞ്ച് അല്ലടാ, ഇന്ന് നിന്നെ തൊലി തിന്നാനാ വിളിച്ചത്. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിനക്ക് പഴം കിട്ടും. അപ്പൊ ഗൈസ്, എന്തായാലും അമ്മയാണ് ഇന്നത്തെ ഗെയിം നിയന്ത്രിക്കുന്ന ആൾ സുഹൃത്തുക്കളെ. അപ്പൊ തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, തുടങ്ങാം. അപ്പൊ കണ്ണെടുത്തോ? കണ്ണടക്കാം. കഴിയാ? കണ്ണുറക്കല്ലേ? ഉണ്ണി സെലക്ട് ചെയ്യാം. നീ സെലക്ട് സെലക്ട് ചെയ്യാം. ഇനി നീ അടുത്ത് സെലക്ട് ചെയ്തോ. ഞാനോ? ഒരു ഇത് അത് തന്നെ മത്തനല്ലേ? മത്തനാട്ടോ. തുടങ്ങിക്കോളൂ. മത്ത ഹെൽത്തിന് നല്ലടാ. പ്രത്യേകിച്ച് തൊലി ഏറ്റവും നല്ലതാ. കഴിച്ചോ? കട്ടി അച്ഛൻ തിന്നോ? ഞാൻ തിന്നേട്ടാ. ഈ മത്തം പച്ചക്ക് തിന്നു ആരല്ലോ. മത്ത നമ്മള് പായസം വയ്ക്കുന്നു. എനിക്കൊന്നും ഇത് എല്ലാവർക്കും പണിയാൻ തോന്നുന്നു. കുരുവും കഴിക്കാം അല്ലേ? നാളെ മത്തം വരും. മൊത്തം തിന്നടാ. നിന്നെ വിളിച്ച റാങ്കിങ് തിന്നടാ. ഇത് നല്ല ടേസ്റ്റ് ഇല്ലേ? ഇത് വലിയ കുഴപ്പമില്ലല്ലോ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ട്. നെക്സ്റ്റ് റൗണ്ട് ഞാൻ തുടങ്ങട്ടെ. മഞ്ഞക്കുരു ഗൈസ്, മഞ്ഞക്കുരു. മുട്ടയാലി. എടാ, അപ്പൊ മുട്ടയുടെ തോടുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഇത് പ്രോട്ടീനാ. ഞാൻ രക്ഷോട്ടെ. എന്തിനാ വിറയ്ക്കുന്നതാ? അച്ഛന് മുട്ട, ഉണ്ണിക്ക് പിന്നെ തൊലി. എന്നാ ഈ ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, സ്കിന്ന് ഗ്ലോ ആയാൽ ബെസ്റ്റാന്നാണ്. ഉണ്ണി നാളെ മുട്ടയിടും. ഈ കോഴി മുട്ടയിടുന്ന രംഗൊന്നും ആലോചിച്ച് നോക്കി. റെഡി, 1 2 3 സെറ്റ്. തുറന്നോ? തുറക്ക്. ഹേ തരകം കടൽ കാറ്റിൻ നെഞ്ചിൽ പൈനാപ്പിളിന്റെ തൊലി കേട്ടോ, മുള്ളൊക്കെ ഉണ്ട്. കഴിഞ്ഞോട്ട് ഇത് എടുത്തിട്ട് എനിക്ക് അത് കുഴപ്പമില്ല, ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് മറ്റേ ഇതല്ലേ ഇവന്റെ സെന്ററിലെ സാധനം. ഇനി ഇപ്പോഴെങ്കിലും പൈനാപ്പിൾ കിട്ടുമോ? എന്നിട്ടും അതിന്റെ മടലാ കിട്ടിയേ. വലിയ പ്രശ്നമില്ല, അത് ടേസ്റ്റ് ഉള്ളതാണ്. കുറച്ച് ഓക്കെ പില്ലറ്റ് കൂടി ഇട്ടുകൊടു. നാളെ രാവിലെ കറക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല മധുരം. ഇതിന് നല്ല ടേസ്റ്റ് വേണോ? വള്ളിയെ കൊണ്ട് ഞാൻ പിടിച്ചു തിന്നെ. നെക്സ്റ്റ് ഐറ്റം എടുക്കടാ. അത് തേജ്, നീ മൂഞ്ചി. ഒരുപാട് ഗൈസ്. പിന്നെ തൊലി അമ്മ ഇത് കട്ട് ചെയ്ത് പോലും അതുപോലെ എന്റെ അകത്തുനിന്ന് തുരന്നിട്ട് ഒന്ന് പൂളിയിൽ കൊണ്ടുപോകാറുണ്ട് മര്യാദക്ക്. ഞാൻ ഒരുമാതിരി വെറും കന്നാലി ആക്കി കളഞ്ഞു. നല്ല സാധനം ചെറുത് തരത്തില്ല. നിനക്ക് വേണോ? മടല് വേണോ? എക്സ്ചേഞ്ച് ചെയ്തോ? എനിക്ക് കുരു തിന്നാനായിട്ട് വലിയ കുഴപ്പമില്ല. നീ നാളെ കക്കൂസി പോകുമ്പോ മുത്ത് വഴിയോ സൗണ്ട് ആയിരിക്കുമോ? അയ്യോ, അടഞ്ഞിരിക്കും. കുരു തിന്നടാ.
തിന്നടാ ഇത് കൂടായി പൊട്ടിയപ്പോ ഫുള്ള് തിന്നത്തില്ല തിന്നടാ തിന്നടാ ഇവ എന്തൊന്നും മിണ്ടാത്തെ അത് ഇല്ലേ ഞാൻ കടിച്ച അച്ഛണ്ട മണല് കടിച്ചിട്ട് അവിടെ വെക്കരുത്. അത് തിന്നണം കടിക്കാതല്ല പറഞ്ഞത്. പിന്നെ കയ്പ് ഒരുമാതിരി അതല്ലേ ഞാൻ കുറച്ച് കഴിച്ചാ മതിയല്ലോ മതി നീ കൃഷിഭവൻ തുടങ്ങടാ കൊറേ വിത്തും മടലൊക്കെ തിന്നില്ലേ. ഞാൻ എനിക്ക് മണ്ണ് വന്നിട്ടിരിക്കാം രാവിലെ വളം സ്മൂത്തമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. നാളെ പിന്നെ കക്കൂസി പറഞ്ഞു വിടണം കേട്ടാ. അയ്യത്ത് വെളുക്കിരുത്തിയാ മതി. നല്ലൊരു വലിയ തടവെടുത്തിട്ടേ മത്തൻ കൃഷി തുടങ്ങാൻ പോവാ. കൺമൂട് നിന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുക പൂത്തേ. എന്തോ ഒരു നാറ്റം. ഒരു വാട ഇടിച്ചു കിട്ടു. ഉണ്ണി നീ വിത്ത് പാകൽ തുടങ്ങിയാടാ. തുറക്കട്ടെ. ആ ഇതില് ഞാനല്ലേ ആദ്യം തുറക്കളെ. അക്കി പക്കി പറ. അക്കി ബുക്കി വേണ്ട, ഉണ്ണിയുടെ സൈഡിൽ തുറക്കാം. ഞാൻ നേരത്തെ എന്റെ സൈഡിലല്ലേ എടുത്തത്. ആണോ? ഇവന്റെ സൈഡിൽ ഒരു സാധനം എടുക്കല്ലോ. തൊലി ഒരുപാട് കിണിക്കണ്ട, ഞാൻ കണ്ടിയായിരിക്കും കിട്ടാൻ. ഇത് മാങ്ങാണോ? മാങ്ങണോ? ആ ഗൈസ് മാങ്ങയുടെ തൊലി കേട്ടോ. മാങ്ങ എനിക്ക് ഞാൻ തുറന്നെടുക്കടാ. ഞാൻ ഇതെടുക്കാം. മാങ്ങയുടെ അണ്ടി വേണ്ടേ? എടുത്തോ. ആ ഗൈസ് അച്ഛന് ഫ്രൂട്ടാ കേട്ടോ. ഓ മൈ ഗോഡ്, ലക്കി ഡാഡ്. ഭയങ്കര പുളിയാട്ടോ ഇത്. പച്ച മാങ്ങ, പഴുത്ത മാങ്ങ ഇല്ലായിരുന്നില്ലേ? അച്ഛന് പണി കിട്ടി. കയ്പുണ്ട്. അണ്ടി അങ്ങ് മിഴുങ്ങടാ. ഇനി ഡാവ് കാണിക്കാത്ത കടി ഞാൻ തിന്നുവാ. ഇത് ഏത് മാങ്ങയാ? ഏത് സൈസ് മാങ്ങ ഇത്? പാണ്ടിയാണോ? എന്തായാലും അന്തമുട്ട പുളി. ഓ കയ്പ് ഗൈസ്, കയ്പ്. ഉണ്ണി വ്യവസായം തുടങ്ങാൻ പോകുക. ഞങ്ങളൊരു പച്ചക്കറി തോട്ടം ഇടും. ഓരോ സ്ഥലം മാറി മാറി പോണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചായ വിളവെടുക്കാൻ പാടായിരിക്കും. എന്നാ നെക്സ്റ്റ് റൗണ്ട് ഗൈസ്. ഇനി ആരാ? കൊച്ചച്ചൻ എന്നോട് തെറ്റിക്കാൻ ആരെല്ലാം തുറ. ഞാൻ തുറന്നേർത്തെ. എനിക്ക് അച്ഛന് വേണ്ടിട്ട് ഞാൻ തുറക്കാം. വേണ്ട, ഞാൻ തുറക്കാം. വേണ്ട. അച്ഛൻ ഏതാ തുറക്കാൻ പോണേ? ഞാൻ അവന്റെ അടുത്ത്. ഇതാണോ? ഇതെന്താ ഇത്? തൊലിയല്ലേ? തൊലിയല്ലേ? കുരുവല്ല, കുരു വരുന്നു. ഇനിയിപ്പോ വരും. ഇത് അടിപൊളി സാധനം. അത് തൊലിയല്ലായിരുന്നല്ലേ? ഇല്ല, ഇനിയുണ്ട് കുരുവും തൊലി. ആരൊക്കെ കിട്ടുന്നത്? ഈ പുളിയുടെ കുരു എങ്ങനെ തിന്നുക? പുളിയുടെ കുരു കട്ടിയാ. അച്ഛത് വയറ്റിൽ പോയ സീന. നാളെ മരമാവും. എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. എടുത്തോ. ഞാൻ വേണ എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ വാ, നമുക്ക് ഒരുമിച്ച് വാ. ഉണ്ടെങ്കിലാട്ടോ തൊലി കേട്ടോ. ഇത് വളമാണ്. ഇത് വളം ഉണങ്ങി കഴിഞ്ഞാൽ നല്ല കറുമുറാന്നിരിക്കും. ക്ലോസറ്റിൽ പോകുന്ന ആരും ഈ സൗണ്ടിന് സാധനം വീഴും. കടിക്കാൻ പോലും പറ്റത്തില്ല, എന്റെ പല്ല് പോവും. കുരു തിന്നാൻ പറ്റത്തില്ല ഈ സാധനം. എന്തിരി ചിരിക്കുന്ന എന്തിരി? ഇത് തിന്നങ്ങോട്ട്. ഞാൻ തിന്നോണ്ടിരിക്കുക. തിന്ന്. ആ എന്തോ വലുത് വരാൻ പോണെന്ന് തോന്നുന്നു എനിക്ക്. അച്ഛനല്ലേ എടുത്തത്? ആ ഉണ്ണി. അടുത്ത ഉണ്ണിയാട്ടോ തുറക്കണേ. തുറക്കുണ്ണി. കുരു. ഇതെന്തിന്റെ കുരുവാ? ഓറഞ്ചിന്റെ കുരു കേട്ടോ, ഓറഞ്ചിന്റെ കുരു.
എന്തിനാ ഇങ്ങനെ എനിക്കറിയത്തില്ല. ഒട്ടും ഭാഗ്യമില്ല കേട്ടോ. നീ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ബെസ്റ്റ്. നിനക്ക് ഇപ്പൊ തീരെ ഭാഗ്യമില്ല ഉണ്ണി. അച്ഛൻ തറ തൊലി 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 ഗൈസ്. പച്ചയാട്ടോ, പച്ചയാ. മണിക്കുട്ടി ആട് കേട്ടോ. പിന്നെ അങ്ങോട്ട് മിഴുങ്ങച്ചാ ചവയ്ക്ക് ഇങ്ങോട്ട് പോയതായിരുന്നു. കുരുവും തൊലി എനിക്ക് കേട്ടോ. കണ്ണാടി വലിക്കാമല്ലോ. എന്തായാലും ഞാൻ ഒന്ന് പേടിച്ച് ചെറുതായിട്ട്. പിന്നെ ഇറങ്ങിയത് ഗ്ലാസ് ഉണ്ടല്ലോ അത് കണ്ടോ. വേറെ സംഭവം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. തിണ്ടാ നമുക്ക് വേണ്ട നല്ല അട്ടിപ്പൊളി ഓറഞ്ച് കേട്ടോ. ഇത് അതിന്റെ കുരു കൂടെ അങ്ങ് ഓടും. ഇതില് കുരു ഉണ്ടോ? ഇതിലെ കുരു കളഞ്ഞില്ലേ? ഇതിലെ കുരു കളഞ്ഞിട്ടോണ്ട് തരായി. അത് ഉണ്ണിക്കോട്. എന്നാട്ടോ ഉണ്ണി കുരു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട് അച്ഛാ? എനിക്ക് നിന്നെ കണ്ടിട്ട് തന്നെ എനിക്ക് ഒരുമാതിരി വാളൊക്കെ വരും. അപ്പൊ പോയി അങ്ങനെ വരച്ചെങ്കിൽ പോയി. കുരു എടുക്കാൻ ഇത്രയും പാട്. ഇതെന്ത് സാധനം? ചിക്കന്റെ തൊലി. ചിക്കന്റെ തൊലി. ആ ഇത് ബ്രോസ്റ്ററിന്റെ സ്കിന്നാട്ടോ. ആ കുഴപ്പമില്ല. ആദ്യം കണ്ടപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. എന്തോ സാധനം ബ്രോസ്റ്ററാട്ടോ, ബ്രോസ്റ്ററാ. ആ തുറ നിങ്ങൾ ഇറക്കി. നിന്നെ ഞാൻ തുറന്നേ. നീ തുറക്കാൻ പോണേ. ഇതാണ് ചിക്കൻ ഗൈസ്. അച്ഛന് നമ്മള് ഹാപ്പിക്ക് പോലും ഇത് കൊടുക്കാറില്ല. തൊണ്ടേ കൊടുക്കും തിന്റെ അവിടെ. നീ കടിക്കുമ്പോ ഞാൻ പട്ടിയുടെ സൗണ്ട് കേട്ടിട്ടില്ല. അങ്ങനെ തിന്ന് ആയാ തിന്ന അത് തിന്ന. ഇവ തിന്നൊന്ന് കാട്ടച്ച. തുടങ്ങി കുരു മാറിയില്ലേ ഇപ്പം? എല്ലി കിട്ടിയില്ല എനിക്ക്. ഞാൻ തിന്നട്ടെ. കൊള്ളാവുന്നല്ല. എടാ ഇത് എല്ലിനകത്ത് വെച്ച് റാപ്പ് ചെയ്ത് കടി. തിന്നെ നല്ല ഏറ്റവും ഗുണമുള്ള സാധനം അല്ല. പിന്നെ എന്നാ നാളെ തൊട്ട് അച്ഛനെ എല്ല് കൊടുത്താൽ മതിയേ. ബ്രോസ്റ്റഡ് കുളത്തില്ല ഗൈസ്. ഒരുമാതിരി ഇരിക്കുന്നു, ടേസ്റ്റ് ഇല്ല. എല്ലാം തണുത്തു പോയി. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് റൗണ്ട്. ഇവിടെ അച്ഛനാണോ തുറക്കുന്നത്? അച്ഛൻ തുറന്നോ. അച്ഛൻ ഏതാ തുറക്കാൻ? ഞാൻ തുറന്നേക്കാം. എനിക്ക് തുറക്കാൻ ഇഷ്ടം. അത് അടിപൊളി സാധനം. ഇത് ഇതാ കമ്പിളി നാരങ്ങയാണ്. കമ്പിളി നാരങ്ങയുടെ മടല് സീനാട്ടോ. മുതുക്ക് സാധനം അത്. ഇപ്പൊ ആര് തുറക്കണം? ഞാൻ തുറക്കണം, നീ തുറക്കണം? ഞാൻ തുറക്കട്ടെ. മടല് കുരുവായാലും മടലാ വരുന്നത്. കുരു നിനക്കടാ. നീ എത്ര കുരു എടുക്കടാ നീ? യു മുതുക്ക് കുരു. ഉണ്ണിക്ക് കുരുശാപം കേട്ടോ. കുരുശാപം. ഇപ്പൊ ഒന്നും പറയുന്നില്ല, നേരെ എടുത്ത് കഴിക്കാം. കടി അത് തോടിങ്ങനെ പൊട്ടിക്കണം. അപ്പൊ അതിന്റെ അകത്തൊരു ഇല്ല തിന്നേ പറ്റൂ. നെയ്യേ അവിടെ എന്റെ ഓറഞ്ചിന്റെ തൊലി കൊണ്ട് എന്നെ തീറ്റിച്ചതാ. തിന്ന്. ഓറഞ്ചിന്റെ മൂത്താപ്പ ഇത്. കഴിച്ചിറങ്ങണം. ഞാൻ ഇറക്കിയപ്പോ അത് വെറും പ്രത്യേക സാധനം. തിന്നടാ കുരുവിനടാ, തിന്നടാ. ഞാൻ കുറച്ച് തിന്നായിരുന്നു. തിന്നടാ. നീ വായിലിട്ട് ചവച്ച. ഇനി അപ്പൊ ഉടായ്പ കാണിക്കോട്ടോ. ചവക്കടാ. ചവയടാ. ആ നീ കുറച്ച് ഓക്കയും കൂടെ കൊടു. ഓക്കെ പില്ലറ്റ് കൂടെ കൊടു. അടുത്ത പെരുന്നാളിന് അറക്കാവൂനെ. അപ്പൊ ഗൈസ് ഓവറോൾ നോക്കുന്ന സമയത്ത് അച്ഛനാണ് കൂടുതൽ നല്ല സാധനം കിട്ടിയിരിക്കുന്നത്. ഉണ്ണിക്ക് മൊത്തം ഗുരുവായിരുന്നു. ഇത്ര ഗുരു കുറെ ഗുരു ഒന്നല്ലേ? ഇഷ്ടംപോലെ ഗുരു. എനിക്ക് മടലായിരുന്നു കൂടുതൽ. അപ്പൊ എന്തായാലും ഗൈസ് നല്ലൊരു ഗെയിം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം?
എക്സ്പീരിയൻസ്. അടിപൊളി. അതെ ഗൈസ്, ഉണ്ണി ആരാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഉണ്ണി എൻ്റെ അനിയനാണ് സുഹൃത്തുക്കളെ, എൻ്റെ മൂത്തച്ഛൻ്റെ മോൻ, മൂത്ത മകൻ, ഇവൻ്റെ ഒരു ഇളയവനും കൂടെ ഉണ്ട്. അപ്പം സൂപ്പറിലായിരുന്നു ഗെയിം. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി ഗെയിം ആയിട്ട് ഇനിയും വരാം ഗൈസ്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരെ. ബൈ. അടിയാറല്ലോ.